Hello dear students, welcome back to RKNX. This is LJ. NCERT reader രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു question. Two charges 3 into 10 raised to minus 8 coulomb and minus 2 into 10 raised to minus 8 coulomb are located 15 centimeters apart. At what point on the line joining the two charges is the electric potential zero? ഇപ്പോൾ രണ്ട് ചാർജസ് ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഡിസ്റ്റൻസ് 15 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. ചാർജ് ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഇവിടെ രണ്ട് ചാർജുകളുടെ കോൺട്രിബ്യൂഷൻ പൊട്ടൻഷ്യലിനുണ്ട്. ഒന്ന് 3 into 10 raised to minus 8, രണ്ട് minus 2 into 10 raised to minus 8. അപ്പോൾ നമുക്ക് എഴുതാം, ഇക്വേഷൻ എഴുതാം. ടോട്ടൽ പൊട്ടൻഷ്യൽ ആസ് പെർ ദ ക്വസ്റ്റ്യൻ 0 വരണം. സോ ഒന്നാമത്തെ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കെ ഇൻറ്റു 3 into 10 raised to minus 8 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എക്സ് ആണ്, പ്ലസ് രണ്ടാമത്തെ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കെ ഇൻറ്റു minus 2 into 10 raised to minus 8 divided by distance is 15 minus x. ടോട്ടൽ 0 എന്ന് വരും. നമുക്കൊരു ടേമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ഇക്വേഷൻ ഇങ്ങനെ വരും. കെ ഇൻറ്റു 3 into 10 raised to minus 8 divided by x എന്ന് പറയുന്നത് കെ ഇൻറ്റു 2 into 10 raised to minus 8 divided by 15 minus x. ഒരുപോലുള്ള ടേംസ് കട്ട് ചെയ്യാം. കെയും കട്ടായി. 10 power minus 8 ക്യാൻസൽ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into x 2x is equal to, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 15 into 3 45, 3 into x 3x, 3xനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ടോട്ടൽ 5x is equal to 45, അല്ലെങ്കിൽ x is equal to 9 സെൻറ്റിമീറ്റേഴ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ 0 ആവുന്ന ലൊക്കേഷൻ 9 സെൻറ്റിമീറ്റർ ആണ്. ഒന്നാമത്തെ ചാർജിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാർജിൽ നിന്നും 6 സെൻറ്റിമീറ്റർ.